മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികരെ കാറിടിച്ചു വീഴ്ത്തി. റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ സംഭവത്തിലാണ് പ്രതി പിടിയിലായത്. വെളുത്തമണൽ സ്വദേശി അജ്മലിനെയാണ് പോലീസ് പിടികൂടിയത്. ശാസ്താംകോട്ട പതാരത്തിൽ നിന്നും തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പിടിയിലായത്. പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നായിരുന്നു സൂചന. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ മരിച്ചിരുന്നു. സ്കൂട്ടർ ഓട്ടിച്ച ഫൗസിയയ്ക്കും പരിക്കേറ്റു. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച വൈകിട്ട് 5:46 സംഭവം. സ്കൂട്ടറിന് പിന്നിൽ കാറ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞുമോൾ കാറിനടിയിലേക്ക് വീണു. ആളുകൾ ഓടിക്കൂടുന്നത് കണ്ട് രക്ഷപ്പെടാൻ ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്തു. പിന്നിലെ ടയർ കുഞ്ഞുമോളുടെ കഴുത്തിലൂടെ കയറിയിറങ്ങി. നാട്ടുകാർ ചേർന്ന് കുഞ്ഞുമോളെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 9:45 മരണം സ്ഥിരീകരിച്ചു. അജ്മലായിരുന്നു കാറ് ഓട്ടിച്ചിരുന്നത്. കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഒരു വനിതാ ഡോക്ടറാണ് കൂടെയുണ്ടായിരുന്നത് എന്നായിരുന്നു വിവരം. അജ്മലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സുഹൃത്തായ വനിതാ ഡോക്ടറിൽ നിന്നാണ് ലഭിച്ചത്. മൊബൈൽ ഓഫ് ആയതിനാൽ കഴിഞ്ഞ ദിവസം അജ്മലിന്റെ ലൊക്കേഷൻ ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഇന്ന് പുലർച്ചെ അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. വാഹനം ഓട്ടിച്ചിരുന്ന അജ്മൽ സംഭവ സമയത്ത് മദ്യപിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറും മദ്യലഹരിയിലായിരുന്നു. സുഹൃത്തിന്റെ വീട്ടിലെ മദ്യപാനത്തിന് ശേഷമാണ് അജ്മലും ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറും കാറിൽ സഞ്ചരിച്ചത്. അപകടത്തിന് മുൻപ് ഇവർ മദ്യപിക്കുന്നത് കണ്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. അപകടം നടന്നയുടൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് നാട്ടുകാർ ആക്രമിച്ചാലോ എന്ന് ഭയന്നാണെന്ന് പ്രതി അജ്മൽ വ്യക്തമാക്കി. തിരുവോണ നാളിൽ വൈകുന്നേരം 5:45 അപകടം. സ്കൂട്ടർ യാത്രക്കാരി മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ അപകടത്തെ തുടർന്ന് മരിച്ചു. സ്കൂട്ടർ ഓട്ടിച്ചിരുന്ന ഫൗസിയയ്ക്ക് പരിക്കുമേറ്റു. അപകടം നടന്നയുടൻ തന്നെ കാറും കാറിലുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സ്കൂട്ടറിന് പിന്നിൽ അജ്മൽ കാറിടിച്ചപ്പോൾ തന്നെ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ ഇയാൾ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കി സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കുഞ്ഞുമോളെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 9:45 മരിക്കുകയായിരുന്നു.